ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലൂസ് ദിദിയൻ ബാവായുടെ ഓർമ്മ ഒരിക്കൽ കൂടി സഭ ആചരിക്കുവാൻ ഒരുങ്ങുന്ന ഈ കാലയളവിൽ പുണ്യ ശ്ലോകനായ ബാവായുടെ ജീവിതത്തെക്കുറിച്ചാണ് അല്പം ചിന്തിക്കുന്നത്. എബ്രായ ലേഖനത്തില് 12-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തെ കാണുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. ആ ഹൃദയ ശുദ്ധി ഇല്ലാത്തവർക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ രൂപാന്തരവും വിശുദ്ധീകരണവുമാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിലൂടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. അപ്രകാരം ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു പിതാവ് നമുക്ക് ഉണ്ടായിരുന്നു. തപോനിഷ്ഠയുടെ പര്യായമായ ആ പിതാവിൻ്റെ പേരാണ് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലൂസ് ദിദിയൻ ബാവ. ബാവായുടെ ജീവിതം നമ്മോട് പറഞ്ഞു വെക്കുന്നത് വേഷഭൂഷാദികളിലല്ല ജീവിത വിശുദ്ധി കുടികൊള്ളുന്നതെന്നും പ്രാർത്ഥന ജീവിതത്താലും ലളിത ജീവിതം കൊണ്ടും തെളിയിച്ച താപസനായിരുന്നു ബസേലിയോസ് പൗലൂസ് ദിദിയൻ ബാവ. ഹൃദയം വിശുദ്ധമായാൽ ജീവിതം വിശുദ്ധമാകുമെന്ന് മാത്രമല്ല, ദൈവിക ശാന്തിയാൽ മുഖം തേജോമയമാകുമെന്ന് തെളിയിച്ച പ്രകാശ ഗോപുരമായിരുന്നു ശ്രേഷ്ഠ ബാവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. ആ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ തിളങ്ങുന്ന മുഖം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മെ പഠിപ്പിച്ച, നമുക്ക് വലിയ സന്ദേശം നൽകിയ ജീവിതമാണ് ബസേലിയോസ് പൗലൂസ് ബാവായുടെ ജീവിതം. ബാവായുടെ പ്രാർത്ഥന, ഉപവാസം, നോമ്പ് ഇതെല്ലാം സമാനതകളില്ലാത്ത ദിനചര്യകളായിരുന്നു. പുണ്യശ്ലോകനായ ബാവായുടെ ജീവിതം ലാളിത്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു. നിഷ്കളങ്കതയുടെ നിറകുടമായിരുന്നു ബസേലിയോസ് പൗലൂസ് ദിദിയൻ ബാവ. അപ്രകാരമുള്ള പുണ്യ ശ്ലോകനായ ബാവായുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ സമകാലികരിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളും മാനസികമായ വ്യതയും വിസ്തരിക്കാൻ മലയാള നിഘണ്ടുവിൽ വാക്കുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എളിയവനായി ഞാൻ വികാരിയായിരുന്ന കാലയളവിൽ ബാവായെ പീഡാനുഭവമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് ബാവ ബഹ്റിൻ പള്ളിയിൽ എഴുന്നള്ളി വന്നു. 10-12 ദിവസം ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കുവാനും ഏറെ കാര്യങ്ങൾ പഠിക്കുവാനും ചോദിച്ച് മനസ്സിലാക്കുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അസുലഭ നിമിഷങ്ങളായിരുന്നു ബഹ്റിൻ പള്ളിയിലെ ബാവായോടൊത്തുള്ള ആ ജീവിതം. അത് ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളായിരുന്നു. ബഹ്റിൻ പള്ളിയിൽ വെച്ച് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനിടയിൽ സഭാകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു ദിവസം ശ്രേഷ്ഠ ബസേലിയോസ് പൗലൂസ് ദിദിയൻ ബാവ വളരെ പെട്ടെന്നാണ് കൊച്ചു കുട്ടികളെ പോലെ വാവിട്ട് കരയുവാൻ തുടങ്ങി.
മാനസികമായിട്ട് ബാവായുടെ മുമ്പിൽ ഞാൻ തളർന്നു. ബാവ കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്കുകള് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. എടോ എടപ്പങ്ങാട്ടിലെ കൊച്ചച്ച, 1-2 പേർ ചേർന്ന് എന്റെ പപ്പും പൂടയും പറിച്ചു കളഞ്ഞിടൂ. എന്റെ പപ്പും പൂടയും പറിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാതോലിക്കോസ് എന്നുള്ള നിലയില് തനിക്ക് ഒന്നും ചെയ്യാൻ അവകാശമില്ലാത്ത നിലയില് തന്നെ ആക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാണ് പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലൂസ് ദ്വിതീയൻ ബാവ കൊച്ചു കുട്ടികള് വാവിട്ട് കരയുന്നത് പോലെയാണ് കരഞ്ഞത്. ആ നിമിഷങ്ങളൊക്കെ ഇന്നും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ബാവായെ സ്ഥാനപുരുഷനാക്കുവാനുള്ള വിപുല ശ്രമങ്ങൾ നടന്നു. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തില് പുണ്യ ശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി പെരുമ്പള്ളി പള്ളിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ബാവായെ സംരക്ഷിച്ചതും മറ്റും ചരിത്ര സംഭവങ്ങളാണ്. ഏറ്റവും ദയനീയമായ കാഴ്ച കാണേണ്ടി വന്നത് ശ്രേഷ്ഠ ബാവ ബസേലിയോസ് പൗലൂസ് ദ്വിതീയൻ ബാവായുടെ തൃക്കരങ്ങൾ കൊണ്ട് അദ്ദേഹം വാഴിച്ച മെത്രാപ്പോലിത്താന്മാരില് മലബാറിലെ അഭിവന്ദ്യനായ യൂഹാനന്മാർ പീലക്സിനോസ് തിരുമേനി ഒഴികെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി മാറുന്ന ദയനീയമായ പരിതാപകരമായ കാഴ്ചയാണ് സഭയിൽ ജീവിച്ച പഴയ വൈദികർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴയ ആളുകൾക്കും കാണേണ്ടി വന്നത്. എന്തായിരുന്നാലും സ്വയം നീതിയും ലോകമോദങ്ങളും ഇല്ലാതെ ജീവിച്ച ബാവായുടെ ഓർമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ആന്തരികമായ വിശുദ്ധീകരണം പ്രാപിപ്പാനാണ്. ബാവായുടെ ഖബറിങ്കിലേക്ക് തീർത്ഥയാത്ര നടത്തുമ്പോൾ, ബാവായുടെ ഓർമ്മ സമുചിതമായി ആചരിക്കുമ്പോൾ ബാവായുടെ ആ പുണ്യപ്പെട്ട ജീവിതം നമ്മോട് പറയുകയാണ്, ഹൃദയവികാരങ്ങളിൽ ശുദ്ധിയില്ലാത്തവൻ പരീശനാണ്. ഇപ്പൊ പരീശന്റെ പ്രത്യേകത, പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവനെന്നാണ്. പരീശന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കാപട്യമാണ്, കപട ഭക്തിയാണ്. അപ്പൊ കപട ഭക്തിയുമായി ജീവിക്കുന്ന അനേക പൗരോഹിത്യ സാനികൾക്കിടയില് ഒരു കാലഘട്ടത്തില് നിഷ്കളങ്കതയുടെ നിറകുടമായി പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രതീകമായി ജീവിച്ച ശുദ്ധമുള്ള ബാവായുടെ ഓർമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്, ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അപ്പുറമായിട്ട് ബാവായുടെ ഓർമ്മ ആവശ്യപ്പെടുന്നത് പരീശ ഭക്തി ഉപേക്ഷിച്ച് ബാവായെ പോലെ സാക്ഷാൽ ഇസ്രായേലിനായി കപട ഭക്തിയില്ലാത്തവരായി ജീവിക്കുവാനും നല്ല ഒരു സാക്ഷ്യമുള്ള ക്രിസ്ത്യാനിയായി സഭാജീവിതം നയിക്കുവാനുമുള്ള വലിയ സന്ദേശമാണ് ബാവായുടെ ജീവിതം നൽകിയത്. മാത്രമല്ല, ലാളിത്യം എന്ന മലയാളത്തിലൊരു വാക്കുണ്ടെങ്കിൽ അതിന്റെ പര്യായമായിരുന്നു ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലൂസ് ദ്വിതീയൻ ബാവ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ പുതിയ കാലയളവില് അദ്ദേഹത്തെ പോലെ നിർമ്മല മനസ്സുള്ളവരായി, നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളായി, കാപട്യമില്ലാത്ത സാക്ഷാൽ ഇസ്രായേലിന്മാരായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ശുദ്ധമുള്ള ബാവായുടെ പരിപാവനമായ ഓർമ്മയ്ക്ക് മുമ്പില് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.